അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ എ, ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് 2019. ഓപ്ഷൻ ബി, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. ഓപ്ഷൻ സി, ഐ വാസ് വർക്കിംഗ് ഹിയർ സിൻസ് 2019. ഓപ്ഷൻ ഡി, ഐ ഹാഡ് വർക്ക്ഡ് ഹിയർ സിൻസ് 2019. ഓപ്ഷൻ ബി ആണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നമ്മൾ സിൻസ് കണ്ടുകൊണ്ട് ഏത് രീതി ചോദിച്ചാലും ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്, എററൊക്കെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിൻസ് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം ഇത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇവിടെ ഏതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഉണ്ട്. അപ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇവിടെ സിൻസ് വന്നു. സിൻസ് വന്നാൽ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേ പറയാൻ പറ്റൂ. ആം വർക്കിംഗ് എന്ന് കൊടുത്തു. സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ആണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സോ ഇത് തെറ്റാണ്. അടുത്ത നോക്കേ, ഇവിടെയും സിൻസ് നമ്മൾ കണ്ടു. ഈ സെന്റൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാം. പക്ഷേ ഇവിടെ എന്താണ്? വാസ് വർക്കിംഗ് എന്ന് പാസ്റ്റ് കണ്ടിന്യൂസിലാണ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, അതും എഴുതാൻ പറ്റില്ല. ഇവിടെയും നമ്മൾ സിൻസ് കണ്ടു. അവിടെ ഹാർഡ് വർക്ക്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ടെൻസിലും യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് സിൻസും ഫോറും. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതെന്താണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവൂ. 2019 തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സെന്റൻസ് അർത്ഥമാക്കുന്നത്. അന്ന് തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് സെന്റൻസ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല സിൻസ്. ഇവിടെ ഹാർഡ് വർക്ക്ഡ് എന്ന് വന്നതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അത് ആൻസറായിട്ട് വരത്തില്ല. 2019 തൊട്ട് എന്താണ് ഞാൻ വർക്ക് കൊണ്ടേയിരിക്കുകയാണെന്നാണ് അർത്ഥമാക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടോ. സ്പോട്ട് ദ എറർ. ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ABCD എന്ന് 4 പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേത് പാർട്ടാണ് എറർ എന്ന് ഡിറ്റക്ട് ചെയ്യുക. അവിടെ എന്താണ് കറക്റ്റായിട്ട് എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് എഴുതിയിടാം. ഷീ ഈസ് വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 2016. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് പാർട്ടാണ് ഇവിടെ എറർ? ഏത് പാർട്ടാണ് എറർ? ഇവിടെ ബി പാർട്ടാണ് എറർ. ഈസ് വർക്കിംഗ് എന്നുള്ളതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. എന്തുകൊണ്ട്? അവിടെ കറക്റ്റായിട്ട് എന്താണ് വരേണ്ടുന്നത്? എങ്ങനെ മനസ്സിലാക്കാം അവിടെ ഈസ് വർക്കിംഗ് എന്നത് തെറ്റാണെന്ന്? പ്രസന്റ് കണ്ടിന്യൂസ് അല്ല അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കി? ഈ സിൻസ് എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ മനസ്സിലാക്കി. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 2016 എന്ന് വരണം. ഇവിടെ ഈസ് വർക്കിംഗ് വന്നതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഹാസ് ബീൻ വർക്കിംഗ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത്, അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ 4 പിരിവുകളുടെയും ക്വസ്റ്റ്യനുകൾ ചെയ്തു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ക്വസ്റ്റ്യനും അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി ഡാഷ് രവി യെസ്റ്റർഡേ. ഇനി നമ്മൾ പാസ്റ്റിലോട്ട് പോവാം കേട്ടോ. വി ഡാഷ് രവി യെസ്റ്റർഡേ. ഓപ്ഷൻ എ ഹാവ് മെറ്റ്. ഓപ്ഷൻ ബി മെറ്റ്. ഓപ്ഷൻ സി ഹാഡ് മെറ്റ്. ഓപ്ഷൻ ഡി വെയർ മെറ്റ്. ഇവിടെ നോക്കേ, ഇവിടെ യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് ആണ് കണ്ടത്. ആൻസർ മെറ്റാണ്. യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് ആണ് നിങ്ങൾ കണ്ടത്. യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അത് എന്തിൻ്റെ ടൈം വേർഡ് ആണെന്ന്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ. കണ്ടോ, എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നതുണ്ടോ. ഈ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി ഭയങ്കര ബെനിഫിറ്റ് ചെയ്യും നിങ്ങൾക്ക് കേട്ടോ, ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നോക്കിക്കോണം, ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം, ഇതിനകത്ത് തന്നെയാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത് കേട്ടോ. ഈ രീതിയിലുള്ള പഠനം വളരെ പ്രയോജനം ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ്
V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ്. യെസ്റ്റർഡേ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു. അപ്പോൾ ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോം ആണ് യൂസ് ചെയ്യുക. ഇവിടെ V2 ആയിട്ടുള്ളത് ഏതാ? മെറ്റ് ആണ്. വി മെറ്റ് രവി യെസ്റ്റർഡേ എന്ന് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ് എന്ന്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡ് ബാക്കി എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയാണ് സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡുകൾ? നമുക്ക് നോക്കാം. ഇവയൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആണ്. എന്തൊക്കെ? യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്. യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, ബിഫോർ, പ്രീവിയസ്, ഫോർമർ. Yesterday, ago, last, before, previous, former. Yesterday, ago, last, before, previous, former. Yesterday, ago, last, before, previous, former. ഇവയെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആകുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ലാസ്റ്റ് ഡേ വരാം, ലാസ്റ്റ് വീക്ക് വരാം, ലാസ്റ്റ് മന്ത് വരാം, ലാസ്റ്റ് ഇയർ വരാം, അല്ലെ ലാസ്റ്റ് ചേർത്ത് ഏതെങ്കിലും ദിവസങ്ങൾ വരാം. ലാസ്റ്റ് സൺഡേ, ലാസ്റ്റ് മൺഡേ, ലാസ്റ്റ് നൈറ്റ്, അങ്ങനെ ലാസ്റ്റ് ചേർത്ത് വരുന്ന എല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡ്സ് യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, ബിഫോർ, പ്രീവിയസ്, ഫോർമർ എന്നിവയാണ്. അപ്പൊ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ എന്തും വരാം. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ഇവയെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സെന്റൻസ് സിമ്പിൾ യെസ്റ്റർഡേ വന്നതുകൊണ്ട് സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ്. വി എന്ന സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ V2 ഫോമായ മെറ്റ് ഉപയോഗിച്ചു. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ സെന്റൻസസ് ബിലോ ഈസ് ഇൻ ഗുഡ് ഇംഗ്ലീഷ്? ഒരു 4 സെന്റൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 സെന്റൻസിനകത്ത് ഗുഡ് ഇംഗ്ലീഷ് ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ്, അത് ഏതൊക്കെയാണെന്ന് ഡബിൾ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സെന്റൻസും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഇതാണ്. ഹൗ ഡസ് യു സോൾവ് ദ പ്രോബ്ലം യെസ്റ്റർഡേ? 2. ഇന്ത്യ വോൺ ഇൻഡിപെൻഡൻസ് ഇൻ 1947. 3. ഐ വിസിറ്റഡ് ഷിംല ലാസ്റ്റ് വീക്ക്. 4. ഹി ഹാഡ് പാസ്ഡ് ദ SSLC എക്സാമിനേഷൻ 4 years ago. ഓപ്ഷൻ എയിൽ 1 and 4, 1 and 4. ഓപ്ഷൻ ബിയിൽ 2 and 3, 2 and 3. ഓപ്ഷൻ ഡിയിൽ 3 only എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് 2ഉം 3യുമാണ്. അപ്പം ഓപ്ഷൻ സി ഓപ്ഷൻ ബി 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട്? ഇവിടെ എന്താണ്? യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് നമ്മൾ കണ്ടു ഒന്നാമത്തെ സെന്റൻസിനകത്ത്. യെസ്റ്റർഡേ എന്ന ടൈം വേർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം യെസ്റ്റർഡേ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ഡസ് അല്ല, ഡിഡ് യു സോൾവ്, ഡിഡ് പ്ലസ് സോൾവ്, സോൾവ്ഡ് ആ കൺസെപ്റ്റിൽ സബ്ജക്റ്റ് ഇടയ്ക്ക് വന്നുകൊണ്ടാണ്. ഹൗ ഡിഡ് യു സോൾവ് ദ പ്രോബ്ലം യെസ്റ്റർഡേ എന്നായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആണ്. ഡസ് വന്നു. ഡസ് എന്നുള്ളത് ഡസും ഡൂവും സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സഹായക്രിയകളാണ്. ഡിഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സഹായക്രിയയാണ്. അപ്പോൾ ഇവിടെ ഡസ് വന്നതുകൊണ്ട് സെന്റൻസ് തെറ്റാണ്. ഇന്ത്യ വോൺ ഇൻഡിപെൻഡൻസ് ഇൻ 1947 അത് കറക്റ്റ് ആണ്. എന്തുകൊണ്ട്? ഇവിടെ ഒരു പാസ്റ്റ് ഇയർ വന്നിട്ടുണ്ട്. 1947 എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? അത് ഒരു പാസ്റ്റ് ഇയർ ആകുന്നു. നമ്മുടെ സെന്റൻസിൽ ഒരു പാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സിമ്പിൾ പാസ്റ്റിലാണ് പറയുക കേട്ടോ. പ്രസന്റ് ഇയർ വന്നാൽ സിമ്പിൾ പ്രസന്റ് പറയാം. അപ്പൊ നമുക്ക് ഒരു സെന്റൻസിൽ ഒരു പാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞു പോയ ഒരു വർഷം വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിൽ പറയാം. സബ്ജക്ട് പ്ലസ് V2 നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് ശരിയാണ്. 2 ശരിയാണ്. ഓക്കെ, 1 തെറ്റാണ്, 2 ശരിയാണ്. ഇനി 3 നോക്കിയാൽ ഐ വിസിറ്റഡ് ഷിംല ലാസ്റ്റ് വീക്ക്. ഇപ്പൊ നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ ലാസ്റ്റ് വീക്ക് എന്നുള്ളത്. നോക്കൂ, ലാസ്റ്റ്
ബീക്ക് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. സബ്ജക്ട് പ്ലസ് V2, സബ്ജക്ട് പ്ലസ് V2, വിസിറ്റഡ്, ഐ വിസിറ്റഡ്, V2 ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ആണ്, അതും ശരിയാണ്. ഹി ഹാഡ് പാസ്ഡ് ദ SSLC എക്സാമിനേഷൻ 4 years ago. ഇവിടെ നമ്മൾ കണ്ടത് എഗോയാണ്. എഗോ എന്ന് പറയുന്നതും സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആണ്. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുക. സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ഹാഡ് വന്നു. ഹാഡ് വന്നതുകൊണ്ട് തെറ്റാണ്. ഹി പാസ്ഡ് ദ SSLC എക്സാമിനേഷൻ ആയിരുന്നെങ്കിലും ശരിയായി വന്നാലേ. ഇവിടെ ഹാഡ് വന്നതുകൊണ്ട് ഹാഡ് പാസ്ഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആയി മാറും. എഗോ വന്നാൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റൂ. ഹാഡ് എഴുതത്തില്ല, V2 മാത്രമേ എഴുതൂ. അതുകൊണ്ട് അതും തെറ്റാണ്. അപ്പം രണ്ടും നോക്കണം, ഇങ്ങനത്തെ ഓപ്ഷൻ വരുമ്പം 2ഉം 3ഉം മാത്രമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. 2ഉം 3ഉം വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? B, 2 and 3. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. When he entered the room, the cat dashed on the table. Option A, sleeps. Option B, is sleeping. Option C, was sleeping. Option D, has been sleeping. ഇവിടെ ആൻസർ എന്താണ് എഴുതുക? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ സ്ലീപ്പിംഗ് ആണ്. ഈ സ്ലീപ്പിംഗ് ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ എന്ത് കണ്ടു? ഹി എൻറ്റേർഡ് എന്ന് കണ്ടു. ഹി എൻറ്റേർഡ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇതെന്താകുന്നു? പാസ്റ്റ് ആക്ഷൻ ആണ്. എൻറ്റേർഡ് V2 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ആക്ഷൻസ് ആണ്. നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്നപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നതുമാണെങ്കിൽ എന്താണ്? നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്നപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്ന് ആ സമയത്ത് സംഭവിച്ച് കൊണ്ടിരുന്നതും ആണെങ്കിൽ ആ പൂർത്തീകരിച്ച കാര്യം നമ്മൾ ഏത് ടെൻസിൽ പറയും? സിമ്പിൾ പാസ്റ്റ് ടെൻസിലും സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് പറയുക. ഒന്നുകൂടെ പറയാം. നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് ആക്ഷൻ, 2 പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നു. നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിലൊരു കാര്യം അപ്പോഴങ്ങോട്ട് പൂർത്തീകരിച്ചതും മറ്റൊരു കാര്യം ആ സമയത്ത് സംഭവിച്ചു കൊണ്ടിരുന്നതുമാണെങ്കിൽ ആ പൂർത്തീകരിച്ച കാര്യം നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യം നിങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. ഇവിടെ നോക്കിയേ, വെൻ ഹി എൻറ്റേർഡ് ദ റൂം, എപ്പോഴാണ് അവൻ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ, ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ ടേബിൾ, പൂച്ച ടേബിളിന് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഓപ്ഷനകത്തൊക്കെ സ്ലീപ്പിംഗ് ഒക്കെ അല്ലയോ കിടക്കുന്നത്. അപ്പൊ അവൻ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ പൂച്ച ടേബിളിന് മുകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതെന്താകുന്നു? ഇത് നടന്നു കഴിഞ്ഞ 2 കാര്യമാണ്. ഇതിലൊന്നപ്പോൾ പൂർത്തീകരിച്ചു. അവൻ റൂമിലേക്ക് പ്രവേശിച്ചു, അതവിടെ പൂർത്തീകരിച്ച കാര്യമാണ്. അപ്പോഴും തുടർന്നു കൊണ്ടിരുന്ന കാര്യം എന്താ? പൂച്ച ടേബിളിന് മുകളിൽ കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. അത് നമ്മൾ എന്തിൽ പറയണം? പാസ്റ്റ് കണ്ടിന്യൂസിലും പറയണം. വാസ് ഓർ വെയർ പ്ലസ് INGയിലും പറയണം. ഓക്കെ, ഇവിടെ ഈ സ്ലീപ്പിംഗ് ആണോ റൗണ്ട് ചെയ്തത്? വാസ് സ്ലീപ്പിംഗ് ആണ്. ഓക്കെ, മാറിപ്പോയതാണ്. വാസ് സ്ലീപ്പിംഗ് ആണ്. വാസ് സ്ലീപ്പിംഗ് ആണ്. വാസ് സ്ലീപ്പിംഗ് ആണ് അവിടെ കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ നോക്കേ, വെൻ ഹി എൻറ്റേർഡ് ദ റൂം ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഓൺ ദ ടേബിൾ ആണ്. ഇത് മാറ്റിക്കോണേ, അറിയാതെ ഈ സ്ലീപ്പിംഗ് ആയിപ്പോയതാണ്. വാസ് സ്ലീപ്പിംഗ് ആണ്. വാസ് സ്ലീപ്പിംഗ് അവിടെ പൂർത്തീകരിച്ച കാര്യം സിമ്പിൾ പാസ്റ്റ്. ഹി എൻറ്റേർഡ് എന്ന് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. അപ്പോഴും തുടർന്നുകൊണ്ടിരുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. വാസ് ഓർ വെയർ പ്ലസ് INGയിൽ പറയണം. ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഓൺ ദ ടേബിൾ എന്ന് എഴുതി. ഓക്കെ ആണോ? അപ്പം നടന്നു കഴിഞ്ഞ 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നതുമാണെങ്കിൽ പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചു കൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. പാസ്റ്റ് ആക്ഷൻ 2 തരുമ്പോൾ ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് എഴുതാം? സിമ്പിൾ പാസ്റ്റ് എഴുതാം. ഓക്കെ,
നോക്കൊരു ക്വസ്റ്റ്യൻ കൂടെ. യെസ്റ്റർഡേ വെൻ ഐ അറൈവ്ഡ് ദ ഓഫീസ് എവരിബഡി ഡാഷ് ഫോർ മീ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഈസ് വെയിറ്റിംഗ്, ഓപ്ഷൻ ബി വാസ് വെയിറ്റിംഗ്, ഓപ്ഷൻ സി ആർ വെയിറ്റിംഗ്, ഓപ്ഷൻ ഡി വെയർ വെയിറ്റിംഗ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വാസ് വെയിറ്റിംഗ് ആണ്. ആരുടെയെങ്കിലും ഒക്കെ മൈൻഡിലോട്ട് വെയർ വെയിറ്റ്, എവരിബഡി കണ്ടപ്പോൾ വെയർ വെയിറ്റിംഗ് ഓടി എത്തിയിരിക്കാം. നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമ്മൾ വാസ് വെയിറ്റിംഗ് എഴുതി. ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. യെസ്റ്റർഡേ വെൻ ഐ അറൈവ്ഡ് ദ ഓഫീസ്, ഐ അറൈവ്ഡ് സബ്ജക്ട് പ്ലസ് V2 പാസ്റ്റ് ആക്ഷൻസ് ആണെന്ന് അറൈവ്ഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സെന്റൻസുകൾ പാസ്റ്റ് ആണെന്ന്. അപ്പോൾ യെസ്റ്റർഡേ വെൻ ഐ അറൈവ്ഡ് ദ ഓഫീസ്, ഇന്നലെ ഞാൻ ഓഫീസിൽ എത്തിച്ചേർന്നപ്പോൾ എവരിബഡി ഡാഷ് ഫോർ മീ, ഓപ്ഷൻ അതൊക്കെ വെയിറ്റാ. അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്താകുന്നു? ഇത് നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒന്നപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ഓഫീസിലേക്ക് എത്തിച്ചേർന്നു, അപ്പോൾ എന്താണ്, എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അവിടെ പൂർത്തീകരിച്ച കാര്യം ഞാൻ എത്തിച്ചേർന്നതാണ്, ഐ അറൈവ്ഡ് ആണ്. അത് നമ്മൾ എന്തിൽ പറഞ്ഞിട്ടുണ്ട്? സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്ട് പ്ലസ് V2 പൂർത്തീകരിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സംഭവിച്ചു കൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം, വാസ് ഓർ വെയർ പ്ലസ് INGയിൽ പറയണം. ഇവിടെ വാസ് വെയിറ്റിംഗും ഉണ്ട്, വെയർ വെയിറ്റിംഗും ഉണ്ട്. ഇത് രണ്ടുമുള്ള സ്ഥിതിക്ക് ഇതിൽ നമ്മൾ ഏതായിരിക്കാം എഴുതുക? നോക്കുക, കോൺകോർഡിന്റെ ഒരു റൂൾ പഠിക്കുന്നതാണ്. എവരിബഡി, എനിബഡി, സംബഡി, നോബഡി. എവരിബഡി, എനിബഡി, സംബഡി, നോബഡി. എവരിവൺ, എനിവൺ, സംവൺ, നോവൺ. എവരിത്തിങ്, എനിത്തിങ്, സംതിങ്, നത്തിങ്. ഇവയൊക്കെ വന്നാൽ അതിനുശേഷം നമുക്ക് സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. ഓക്കെ, എവരിബഡിക്ക് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മൾ എവരിബഡി വാസ് വെയിറ്റിംഗ് എന്ന് ഉപയോഗിച്ചു. ഓക്കെ, യെസ്റ്റർഡേ വെൻ ഐ അറൈവ്ഡ് ദ ഓഫീസ് എവരിബഡി വാസ് വെയിറ്റിംഗ് ഫോർ മീ എന്ന് എഴുതി. അപ്പം നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പൂർത്തീകരിച്ച കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലും പറഞ്ഞു. അപ്പോൾ ഏത് ഭാഗത്തും ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ വരാം, സംഭവിച്ചു കൊണ്ടിരുന്ന ഭാഗത്തും പൂർത്തീകരിച്ച ഭാഗത്തും ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ വരാം. ദാ നോക്കൂ, വെൻ ഐ ഡാഷ് യു വർ സ്ലീപ്പിംഗ്, ഞാൻ വന്നപ്പോൾ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്ഷൻ എ കം, കമ്മിങ്, കെയിം, കംസ്. അവിടെ വാസ് സ്ലീപ്പിംഗ് പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടു, നമുക്ക് മനസ്സിലായി പാസ്റ്റ് ആക്ഷൻസ് ആണ് പറയുന്നത്. ഇവിടെ ഒന്നപ്പോൾ പൂർത്തീകരിച്ചു, മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഞാൻ എത്തിയതാണ് അവിടെ പൂർത്തീകരിച്ചത്, നീ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്. പൂർത്തീകരിച്ചത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയും, സബ്ജക്ട് പ്ലസ് V2 പറയും. ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് ഉണ്ട്, V2 ആയിട്ട് ഏതാ കൊടുത്തിരിക്കുന്നത്? കെയിം ആണ്. ഞാൻ മുമ്പേയും പറഞ്ഞു കം, കെയിം, കം എന്നാണ് കേട്ടോ. V1, V2, V3. അപ്പോൾ കമ്മ് തന്നെയാണ് V1 ഉം V3 എന്ന് ഓർത്തിരിക്കുക. കെയിം ആണ് V2 ഫോമാണ് ഇവിടെ എഴുതുക. വെൻ ഐ കെയിം യു വർ സ്ലീപ്പിംഗ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 24 അടുത്ത റൂള്. ആസ് ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യന്റ് ഡാഷ്. ഓപ്ഷൻ എ ഡൈഡ്, ഓപ്ഷൻ ബി ഹാഡ് ഡൈഡ്, ഓപ്ഷൻ സി ഡെഡ്, ഓപ്ഷൻ സി വാസ് ഡൈഡ്. ഇവിടെ ആൻസർ എന്താണ്? ഹാഡ് ഡൈഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ ഹാഡ് ഡൈഡ് എന്ന ആൻസറിലോട്ട് പോയി? ആസ് ദ ഡോക്ടർ അറൈവ്ഡ്. ഓക്കെ, അറൈവ്ഡ് കണ്ടപ്പോഴേ പാസ്റ്റ് ആക്ഷൻ ആണെന്ന് മനസ്സിലായല്ലോ. ഡോക്ടർ എന്താണ്? എത്തിയപ്പോഴേക്കും. ദ പേഷ്യന്റ് ഡാഷ്, ഓപ്ഷനകത്തൊക്കെ ഡൈയും ഡൈഡും ഒക്കെ ഇല്ലയോ, പേഷ്യന്റ് മരിച്ചു എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഡോക്ടർ എത്തിയപ്പോഴേക്കും പേഷ്യന്റ് മരിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതിനകത്ത് ഒന്നപ്പോൾ പൂർത്തീകരിച്ചു, മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നതാണ്. ഇവിടെ എന്താണ്? പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് മീൻസ് ആ രണ്ട് കാര്യങ്ങളിൽ ഏത് പ്രവൃത്തിയാണോ
ഫസ്റ്റ് നടന്നത് അത് നമ്മൾ എന്തിൽ പറയും? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. ഞാൻ തൊട്ട് മുമ്പത്തെ റൂള് പഠിപ്പിച്ചപ്പോഴും പലർക്കും ഇതായിരിക്കും മൈൻഡിലോട്ട് വന്നത്. ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി എന്തിലും പറയും? സിമ്പിൾ പാസ്റ്റിലും പറയും. ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുക. അപ്പൊ നോക്കേ, പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് മീൻസ് ആ രണ്ട് കാര്യങ്ങളിൽ ഏത് പ്രവൃത്തിയാണോ ആദ്യം നടന്നത് ആ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കുക. ഇവിടെ ഡോക്ടർ എത്തിയതാണോ അതോ പേഷ്യൻ്റ് മരിച്ചതാണോ ഇവിടെ ആദ്യം നടന്നത് എന്ന് ആദ്യം നമ്മൾ നോക്കുക. ഇവിടെ പേഷ്യൻ്റ് മരിച്ചതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ഫസ്റ്റ് ആക്ഷൻ പേഷ്യൻ്റ് മരിച്ചതാണ്. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. ഹാഡ് പ്ലസ് V3യിൽ പറയണം. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് എന്ന് ഫസ്റ്റ് ആക്ഷൻ പറഞ്ഞു. രണ്ടാമത് നടന്ന പ്രവൃത്തി ദ ഡോക്ടർ അറൈവ്ഡ് എന്ന് സബ്ജക്റ്റ് പ്ലസ് V2വില് സിമ്പിൾ പാസ്റ്റില് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നോക്കേ, നേരത്തെ പറഞ്ഞത് നടന്ന് കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിലൊരു കാര്യം അപ്പോഴങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു, മറ്റൊരു കാര്യം ആ സമയത്ത് തുടർന്നുകൊണ്ടിരുന്നതുമാണ്. പൂർത്തീകരിച്ചത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു, സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും പറഞ്ഞു. ഇവിടെ എന്താണ്? പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുക. ഓക്കെ, പിന്നെ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകും. ഇവിടെ പിന്നെ പേഷ്യൻ്റ് മരിച്ചുകൊണ്ടിരുന്നായിരുന്നു അങ്ങനൊന്നും പറയത്തില്ല കേട്ടോ. മരിച്ചുകൊണ്ടിരുന്നു എന്നൊന്നും പറയത്തില്ലേ, അങ്ങനെ ഡൗട്ട് വരല്ലേ. അപ്പം രണ്ട് റൂളിലൂടെ തിരിഞ്ഞു പോകരുത്. ചില റൂളിനകത്ത് ഈ രണ്ടും, ചില സെൻറ്റൻസുകളിനകത്ത് എന്താ ഒരെണ്ണം തുടർന്നുകൊണ്ടിരുന്നു എന്നും പൂർത്തിയായി എന്നും രണ്ടും ഒരേ സെൻറ്റൻസിൽ പറയാൻ പറ്റും കേട്ടോ. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ഒരേ സെൻറ്റൻസിൽ പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ചോദ്യകർത്താവ് അവിടെ ഓപ്ഷൻ ഏതെങ്കിലും ഒന്നേ തരുത്തുള്ളൂ കേട്ടോ. ഇവിടെ വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താ, ഡോക്ടർ എത്തിയപ്പോഴേക്കും പേഷ്യൻ്റ് മരിച്ചു. അത് അങ്ങനെ തന്നെയാണ്. ഡൗട്ട് ഉണ്ട്, അത് അങ്ങനെ പഠിച്ചു വെച്ചു. ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആണ്. ഡോക്ടർ എത്തിയപ്പോഴേക്കും പേഷ്യൻ്റ് മരിച്ചു എന്നാണ്. പേഷ്യൻ്റ് മരിച്ചതാണ് ആദ്യം നടന്ന പ്രവൃത്തി. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിൽ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following sentences is grammatically correct? കണ്ടോ, ഇങ്ങനെയും ചോദിക്കാം. ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനകത്ത് ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? വ്യക്തമായി നോക്കണം. കറക്റ്റ് ഓർ ഇൻകറക്റ്റ്? കറക്റ്റ് ആണ്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഇവയിൽ ഏതാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, the thief had left when the police come. Option B, the thief had left when the police came. Option C, the thief had left when the police coming. Option D, the thief had left when the police was coming. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. The thief had left when the police came എന്നുള്ളതാണ്. കള്ളൻ പോലീസ് എത്തിയപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു എന്നാണ്. ഓക്കെ, പോലീസ് എത്തിയപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ നോക്കി, ഇവിടെ ഏത് പ്രവൃത്തിയായിരിക്കാം? ഇത് രണ്ടും പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. പോലീസ് എത്തുകയും ചെയ്തു, കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ ഏത് പ്രവൃത്തിയാണ് ആദ്യം നടന്നത്? കള്ളൻ രക്ഷപ്പെട്ടതാണ്. ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ ഏത് ടെൻസിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. The thief had left, the thief had left, the thief had left, the thief had left. ഫസ്റ്റ് പാർട്ട് എല്ലായിടവും സെയിം ആണ്, അത് കറക്റ്റ് ആണ്. ഓക്കെ, when the police, അതും കറക്റ്റ്. അവസാനത്തെ ഒരു വെർബ് മാത്രമേ ഇവിടെ ചേഞ്ച് ഉള്ളൂ അല്ലേ. അപ്പോൾ ദ തീഫ് ഹാഡ് ലെഫ്റ്റ്, ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ദ തീഫ് ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു. സെക്കൻഡ് ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയണം. സബ്ജക്ട് പ്ലസ് V2ൽ പറയണം. ദ പോലീസ് എന്ന സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ V2 ഫോം ആയിട്ടുള്ള കെയിമാണ് എഴുതുക. തിരിഞ്ഞു പോകല്ലേ. കം കെയിം കം എപ്പോഴും പറയുന്നത് ഞാൻ. കം കെയിം കം, കെയിമാണ് V2. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് V3യിൽ പറഞ്ഞു. സെക്കൻഡ് നടന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്ട് പ്ലസ് V2യിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ ഡിഗ്രി ലെവലിന് വേണ്ടി എടുക്കുന്നതാണ്. ഡിഗ്രി ലെവലിൽ നിന്നൊന്നും ഇല്ല, ഗ്രാമറുള്ള ഏത് എക്സാമിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പോകാം. ആ വർക്കൗട്ടിലൂടെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ് കേട്ടോ. എല്ലാം പറയുന്നുണ്ട്.
By this time Dubai, the last day my uncle dash in Dubai. By this time Dubai, by this time last day, ഇവിടെ ദുബായ് ഇല്ല കേട്ടോ, പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. By this time last day my uncle dash in Dubai. Option A landed, option B is landed, option C has landed, option D had landed. ഇവിടെ ആൻസർ ഏതായിരിക്കാം? ഇവിടുത്തെ ആൻസർ ഹാർഡ് ലാൻഡഡ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ഡി എന്ന ആൻസറിലോട്ട് പോയി? ഇവിടെ നമ്മൾ ഒരു ടൈം വേർഡ് കണ്ടു, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ എന്ന് കണ്ടു. അപ്പൊ ഈ ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഏത് ടെൻസിന്റെ ടൈം വേർഡ് ആണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആകുന്നു ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ എന്നുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചത്? സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ്. ഇവിടെ നമ്മൾ ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ എന്ന് കണ്ടു. ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ഹാഡ് ലാൻഡഡ് എന്ന് പാസ്റ്റ് പെർഫെക്റ്റ് എഴുതി. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ നോക്കുക, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് വീക്ക്, ബൈ ദിസ് ടൈം ലാസ്റ്റ് മന്ത്, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഇയർ എന്നൊക്കെ വന്നാൽ അവയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. ബൈ ദിസ് ടൈം വന്നിട്ട്, ബൈ ദിസ് ടൈം വന്നിട്ട് ലാസ്റ്റ് ചേർത്ത് എന്ത് വന്നാലും, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് വീക്ക്, ബൈ ദിസ് ടൈം ലാസ്റ്റ് മന്ത്, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഇയർ, ബൈ ദിസ് ടൈം ലാസ്റ്റ് സൺഡേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് മൺഡേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് നൈറ്റ്, ഇങ്ങനെയൊക്കെ വന്നാൽ ഇവയെല്ലാം പാസ്റ്റ് പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഹാഡ് ലാൻഡഡ് എന്ന് ഉപയോഗിച്ചു. ഐ ഡാഷ് ആൻ അപ്പോയിൻമെന്റ്. അപ്പൊ പ്രസന്റും പാസ്റ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിലോട്ട് പോവുകയാണ്. ഐ ഡാഷ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ ഡോക്ടർ സൂൺ. ഓപ്ഷൻ എ ഹാവ് മേഡ്, ഓപ്ഷൻ ബി വിൽ മേക്ക്, ഓപ്ഷൻ സി മേഡ്, ഓപ്ഷൻ ഡി മേക്ക്. ഇവിടെ ഏതായിരിക്കാം ആൻസർ? ഓപ്ഷൻ ബി ആണ്, വിൽ മേക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നമ്മൾ ഒരു ടൈം വേർഡ് കണ്ടു. നിങ്ങൾ കണ്ട ടൈം വേർഡ് ഏതാ? സൂൺ ആണ്. അപ്പൊ സൂൺ എന്നുള്ളത് ഏത് ടെൻസിന്റെ ടൈം വേർഡ് ആണെന്നാണ് നിങ്ങൾ ഓർത്തെടുക്കുന്നത്? അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡ് ആണ് സൂൺ എന്നുള്ളത്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ് എന്തായിരിക്കാം? ഇതാണ് കേട്ടോ, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ്. ഒന്നുകൂടെ പറ, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പൊ സബ്ജക്റ്റിന് ശേഷം വിൽ അഥവാ ഷോൾ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ഐയുടെ കൂടെ നമ്മൾ എന്ത് എഴുതി? ഐ വിൽ മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ ഡോക്ടർ സൂൺ എന്ന് എഴുതി. അപ്പം ഐയുടെയും ബിയുടെയും കൂടെ കോമൺ ആയിട്ട്, ഐയുടെയും ബിയുടെയും കൂടെ കോമൺ ആയിട്ട് നമ്മൾ ഷോളാണ് യൂസ് ചെയ്യുക. ബാക്കി എന്തും വന്നാൽ അതിനോടൊപ്പം വില്ലുമാണ് എഴുതുക. അതായത് ഫസ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഐയും ബിയുമാണ്. ഫസ്റ്റ് പേഴ്സൺസ് ആയ ഐയുടെയും ബിയുടെയും കൂടെ കോമൺ ആയിട്ട് ഷോളും, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവയാണ് തേർഡ് പേഴ്സൺസ്. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺസ് ആയ ഐയുടെയും ബിയുടെയും കൂടെ ഷോളും ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് ബാക്കി എന്തും വന്നാൽ അവയോടൊപ്പം വില്ലുമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നാൽ നമുക്ക് ഷുവർട്ടിയെ സൂചിപ്പിക്കുവാൻ, ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ പറയുവാനൊക്കെ, തറപ്പിച്ചുറപ്പിച്ച് പറയാനൊക്കെ ഐയുടെയും ബിയുടെയും കൂടെ വില്ല് ഉപയോഗിക്കാനും സാധിക്കും. അപ്പം നമുക്ക് ഓപ്ഷൻ തരുമ്പോൾ ഇങ്ങനെ ഐ വന്നിട്ട് ഡാഷ് വന്നാൽ, ഐയോ വിയോ വന്നിട്ട് ഡാഷ് വന്നാൽ
ഓപ്ഷനിൽ ഷോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോൾ വരുന്ന ആൻസറെ എഴുതാവൂ. ഈ ഓപ്ഷനിൽ ഷോൾ ഇല്ല, വില്ലാണ് കിടക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾ അത് എഴുതുക. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഒരു ഷുവർട്ടിയെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഐയുടെയും വീയുടെയും കൂടെ വില്ല് ഉപയോഗിക്കുന്നത്. പക്ഷേ കോമൺ ആയിട്ട് ഐയുടെയും വീയുടെയും കൂടെ ഷോളാണ്, ബാക്കിയില്ലാത്തതിൻ്റെ കൂടെ വില്ലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഐ വിൽ മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ ഡോക്ടർ സൂൺ. ഓക്കെ, അപ്പോൾ ഇവിടെ സൂൺ എന്ന ടൈം വേർഡ് കണ്ടു. സൂൺ എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡ് ആണ്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഐ വിൽ മേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ ഡോക്ടർ സൂൺ എന്ന് എഴുതി. ഓക്കെ, ഈ മോഡൽ ഓക്സിലറി വെർബുകൾ വന്നാൽ, വില്ലും ഷാളും ക്യാനും മെയ്യും ഒക്കെ വന്നാൽ അതിനുശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെയാ ടൈം വേർഡ്സ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡ്സ് എന്തൊക്കെയായിരിക്കാം? അപ്പൊ നോക്കേ, സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡ് നമ്മൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ടൈം വേർഡിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുമായിരിക്കാം? ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, സൂൺ, ദ നെക്സ്റ്റ് ചേർത്ത് എന്തും, ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് വീക്ക്, ദ നെക്സ്റ്റ് മന്ത്, ദ നെക്സ്റ്റ് ഇയർ. ഇതൊക്കെ വന്നാൽ ഇതൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡുകളാണ്. ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, സൂൺ, ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് വീക്ക്, ദ നെക്സ്റ്റ് മന്ത്, ദ നെക്സ്റ്റ് ഇയർ. ഇവയെല്ലാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ, സൂൺ, ദ നെക്സ്റ്റ് ഡേ, ദ നെക്സ്റ്റ് വീക്ക്, ദ നെക്സ്റ്റ് മന്ത്, ദ നെക്സ്റ്റ് ഇയർ. ഇവയെല്ലാം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡാണ്. സൂൺ കണ്ടു, സൂൺ വന്നാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. നമുക്ക് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം, ഐയും വിയും വന്നാൽ കോമൺ ആയിട്ട് ഷോളും ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ വില്ലുമാണ് ഉപയോഗിക്കുക. സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഷുവർട്ടി ഒക്കെ സൂചിപ്പിക്കുമ്പോഴാണ് ഐയുടെയും വിയുടെയും കൂടെ വില്ല് ഉപയോഗിക്കുക. ഓപ്ഷൻ ഐയും വിയും ഇല്ലാതെ, ഓപ്ഷനിൽ ഷാളില്ലാതെ വില്ല് കണ്ടാൽ നിങ്ങൾ അത് എഴുതിക്കോ. ഇവിടെ വിൽ മേക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടുമാറോ മൈ ഫാദർ ഡാഷ് എ ന്യൂ കാർ. ഓപ്ഷൻ എ buy, option B buys, option C will buy, option D bought. ഇവിടെ നമ്മൾ ഏത് ആൻസർ എഴുതും? ഇവിടെ നമ്മുടെ ആൻസർ വിൽ ബൈ ആണ്. നോക്കാം, ഇവിടെയും നമ്മൾ എന്ത് ടൈം വേർഡ് കണ്ടു? ടുമാറോ മൈ ഫാദർ ഡാഷ് എ ന്യൂ കാർ. അപ്പൊ ടുമാറോ എന്ന ടൈം വേർഡ് കണ്ടു. നമ്മൾ പഠിച്ചു ടുമാറോ എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ടൈം വേർഡ് ആണ്. ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമുക്ക് എഴുതാം മൈ ഫാദർ വിൽ ബൈ എ ന്യൂ കാർ എന്ന് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഷാൽ ഗിവ് സം മണി വെൻ ഹി ഡാഷ്. ഓപ്ഷൻ എ വിൽ കം, ഓപ്ഷൻ ബി കം, ഓപ്ഷൻ സി കംസ്, ഓപ്ഷൻ ഡി ഷോൾ കം. ഇവിടെ ആൻസർ എന്തായിരിക്കാം വരുന്നത്? ഇവിടുത്തെ ആൻസർ കംസ് ആണ്. ഹി കംസ് എന്നുള്ളതാണ് കേട്ടോ. ഹി കംസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? ഐ ഷാൽ ഗിവ് സം മണി, ഞാൻ കുറച്ച് പൈസ കൊടുക്കും. എപ്പോഴാണ്? ഹി ഡാഷ്, അവൻ വരുമ്പോൾ. അവൻ വന്നോ? ഇല്ല. പൈസ കൊടുത്തോ? ഇല്ല. അവൻ വരുമ്പോൾ കുറച്ച് പൈസ തരാം, കൊടുക്കാം എന്നാണ്. അപ്പോൾ ഇത് വിൽ ഗിവെന്ന് കണ്ട, ഷോൾ ഗിവെന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് ഇനി സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ആക്ഷൻസ് ആണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് മീൻസ് ആ രണ്ട് കാര്യങ്ങളിൽ ഏത് പ്രവൃത്തിയാണോ ആദ്യം നടക്കാൻ പോകുന്നത് ആ പ്രവൃത്തി നമ്മൾ ഏത് ടെൻസിൽ പറയും? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയും. രണ്ടാമത് നടക്കാൻ പോകുന്ന പ്രവൃത്തി നമ്മൾ ഏത് ടെൻസിൽ പറയും? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറയും.
അപ്പോൾ നോക്കുക, ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് സിമ്പിൾ പ്രസന്റിലും രണ്ടാമത്തേത് സിമ്പിൾ ഫ്യൂച്ചറിലുമാണ് പറയുക. ഐ ഷാൽ ഗിവ് സം മണി വെൻ ഹി ഡാഷ്. അവൻ വരുമ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുക്കും. അവൻ വന്നിട്ടുമില്ല, പൈസ കൊടുത്തിട്ടുമില്ല. ഫ്യൂച്ചർ ആക്ഷൻസ് ആണ്. ഏതായിരിക്കാം ആദ്യം നടക്കാൻ പോകുന്നത്? അവൻ വരുന്നതാണ്. അത് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറയും. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റിൽ പറയണം. ഇവിടെ ഏതാ? ഹി സിംഗുലർ ആണ്, അതുകൊണ്ട് എന്ത് എഴുതി? കംസ്. ഹി കംസ് എന്ന് എഴുതി. സെക്കൻഡ് ആക്ഷൻ ഫ്യൂച്ചർ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഷോൾ ഗിവ് എന്ന് സിമ്പിൾ ഫ്യൂച്ചറിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലേത് പ്രവൃത്തിയാണോ ആദ്യം നടക്കാൻ പോകുന്നത് ആ പ്രവൃത്തി നിങ്ങൾ സിമ്പിൾ പ്രസന്റിൽ പറയുക. രണ്ടാമത് നടക്കാൻ പോകുന്ന പ്രവൃത്തി സിമ്പിൾ ഫ്യൂച്ചറിലും പറയുക. ഓക്കെ, ഇനി 3 റൂളുകൾ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു. അത് മൂന്നൂടെ നമുക്കൊന്ന് ഒന്നിച്ചു കൊണ്ടുവന്നാലോ? പാസ്റ്റിൽ പഠിച്ചത് എന്താ? നടന്ന് കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നപ്പോൾ പൂർത്തീകരിച്ചതും മറ്റൊന്നപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്നതുമാണെങ്കിൽ പൂർത്തീകരിച്ചത് സിമ്പിൾ പാസ്റ്റിലും സംഭവിച്ചു കൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറയുക. അടുത്ത പഠിച്ച എന്താണ്? പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് മീൻസ് ആ രണ്ട് കാര്യങ്ങളിൽ ഏത് പ്രവൃത്തിയാണോ ആദ്യം നടന്നത്, ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി ഏതാണോ ആ പ്രവൃത്തി നമ്മൾ സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുക. ഇനി ഇവിടെ പറഞ്ഞത് എന്താണ്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തേത് മീൻസ് ആ രണ്ട് കാര്യങ്ങളിൽ ഏത് പ്രവൃത്തിയാണോ ആദ്യം നടക്കാൻ പോകുന്നത് ആ പ്രവൃത്തി നമ്മൾ സിമ്പിൾ പ്രസന്റിലും രണ്ടാമത് നടക്കാൻ പോകുന്ന കാര്യം സിമ്പിൾ ഫ്യൂച്ചറിലുമാണ് പറയുക. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പ്രത്യേകിച്ച് ടൈം വേർഡ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയിട്ടോളൂ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് കേട്ടോ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് കേട്ടോ. ഓക്കെ, ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമെന്ന് സൂചിപ്പിക്കുവാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബൈ ദിസ് ടൈം ടുമാറോ മൈ അങ്കിൾ ഡാഷ് ഇൻ ദുബായ്. ഓപ്ഷൻ എ വിൽ ലാൻഡ്, ഓപ്ഷൻ ബി ലാൻഡഡ്, ഓപ്ഷൻ സി ഹാഡ് ലാൻഡഡ്, ഓപ്ഷൻ ഡി വിൽ ഹാവ് ലാൻഡഡ്. ആരും ക്വസ്റ്റ്യൻ മുകളിലോട്ട് മറിച്ച് നോക്കണ്ട. പാസ്റ്റ് പെർഫെക്റ്റിനകത്ത് ഞാൻ ഇതേപോലൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ ലാസ്റ്റ് ഡേയോ മറ്റോ വന്നു, ഇവിടെ എന്താ ടുമാറോ വന്നു. ഓക്കെ, ഇവിടെ വിൽ ഹാവ് ലാൻഡഡ് എന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തു? നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഒരു ടൈം വേർഡ് ആണ് ഇവിടെ കണ്ടത്. നിങ്ങൾ കണ്ട ടൈം വേർഡ് ഏതാണ്? യെസ്, അത് തന്നെ, ബൈ ദിസ് ടൈം ടുമാറോ. ബൈ ദിസ് ടൈം ടുമാറോ എന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആകുന്നു. ബൈ ദിസ് ടൈം ടുമാറോ എന്നുള്ളത്. അപ്പൊ ബൈ ദിസ് ടൈം ടുമാറോ എന്ന ടൈം വേർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ സെന്റൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് പറയുക. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ് എന്തായിരിക്കാം? സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ നമുക്കിവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആയിട്ടുള്ള ബൈ ദിസ് ടൈം ടുമാറോ കണ്ടു. ഫോർമാറ്റ് നമുക്കറിയാം, മൈ അങ്കിൾ വിൽ ഹാവ് ലാൻഡഡ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എളുപ്പമാണ്. ഈ ബൈ വരുന്ന മിക്ക ടൈം വേർഡ്സും ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ടൈം വേർഡ് ആണെന്ന്
മനസ്സിലാക്കുക. അതായത് ബൈ ദ ടൈം, നമുക്ക് നേരത്തെ ഒരു ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ വന്നില്ലയോ, അപ്പം അത് ഒഴിച്ച് ബാക്കി ബൈ വരുന്ന മിക്ക ടൈം വേർഡും ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡാണ്. ബൈ ദ ടൈം, ബൈ ദിസ് ടൈം, അതേപോലെ ബൈ ദാറ്റ് ടൈം. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് അവയോട് ചേർത്ത് ബൈ ദ ടൈം ഇങ്ങനെ വന്നാൽ ടുമാറോ, ബൈ ദ ടൈം ടുമാറോ, ബൈ ദ ടൈം നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ. അപ്പോൾ നോക്കേ, ബൈ ദ ടൈം ടുമാറോ, ബൈ ദ ടൈം നെക്സ്റ്റ് ഡേ, ബൈ ദ ടൈം നെക്സ്റ്റ് വീക്ക്, ബൈ ദ ടൈം നെക്സ്റ്റ് മന്ത്, ബൈ ദ ടൈം നെക്സ്റ്റ് ഇയർ, ബൈ ദിസ് ടൈം ടുമാറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഡേ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, ബൈ ദ ടൈം ബൈ ദിസ് ടൈം, ബൈ ദാറ്റ് ടൈം. അടുത്ത ബൈ ദാറ്റ് ടൈം ടുമാറോ, ബൈ ദാറ്റ് ടൈം നെക്സ്റ്റ് ഡേ, ബൈ ദാറ്റ് ടൈം നെക്സ്റ്റ് വീക്ക്. അങ്ങനെയൊക്കെ വന്നാൽ അവയെല്ലാം ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ബൈ ടുമാറോ എന്ന് മാത്രം വന്നാലും ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡാണ് കേട്ടോ. ബൈ ടുമാറോ, ബൈ ടുമാറോ. ഇനി ബൈ ദിസ് വീക്ക്, ബൈ ദിസ് വീക്ക്, അല്ലെ ബൈ ദിസ് മന്ത്, അല്ലെ ബൈ ദിസ് ഇയർ. അതേപോലെ തന്നെ ബൈ നെക്സ്റ്റ്, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ. ഇനി ബൈ നെക്സ്റ്റ് ചേർത്തിട്ട് ബൈ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം, ബൈ നെക്സ്റ്റ് സൺഡേ. അതേപോലെ തന്നെ ബൈ നെക്സ്റ്റ് എന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാസം, ബൈ നെക്സ്റ്റ് മാർച്ച്. ഓക്കെ, ഇനി ബൈ വന്നിട്ട് ഏതെങ്കിലും വരാനിരിക്കുന്ന ഒരു വർഷം, ബൈ 2029. ഓക്കെ, ഇനി ബൈ വന്നിട്ട് ഏതെങ്കിലും സമയവും വരാം, ബൈ 7 o'clock അഥവാ ബൈ 7 AM എന്നൊക്കെ വന്നാൽ അതും ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡാണ്. പിന്നെ അതേപോലെ തന്നെ ബൈ ദ, ഇമ്പോർട്ടൻ്റ് ആണ്, എൻഡ് ഓഫ് ദിസ് മന്ത് ഓർ ഇയർ, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് അഥവാ ഇയർ. ഇങ്ങനെയൊക്കെ വന്നാൽ ഇവയെല്ലാം ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബൈ ദ ടൈം, ബൈ ദിസ് ടൈം, ബൈ ദാറ്റ് ടൈം, ഇവയോടൊപ്പം ടുമാറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, അങ്ങനെ നെക്സ്റ്റ് സൺഡേ, നെക്സ്റ്റ് മൺഡേ, അങ്ങനെ എന്തും വന്നാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡാണ്. എന്നാൽ ബൈ ദിസ് ടൈമിനോടൊപ്പം ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്ന് വന്നാൽ അത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ടൈം വേർഡാണ്. ഓക്കെ ആണേ. ലാസ്റ്റ് എന്നും പറഞ്ഞ് ഇവയോടൊപ്പം വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ്. നെക്സ്റ്റ് എന്നും പറഞ്ഞ് ഇവയോടൊപ്പം വന്നാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി ഓർക്കുക, ഇവ മാത്രം വന്നാൽ, അതായത് ടുമാറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്ന് മാത്രമേ ടൈം വേർഡ് ഉള്ളെങ്കിൽ ഇതില്ലാതെ വന്നാൽ അത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ടൈം വേർഡാണ്. ഓക്കെ, ഇനി ബൈ ടുമാറോ, ബൈ ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ, ബൈ നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, ബൈ നെക്സ്റ്റ് സൺഡേ, ബൈ നെക്സ്റ്റ് മാർച്ച്, ബൈ 2029, ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഇയർ, അല്ലെ ബൈ വന്നിട്ട് ഏതെങ്കിലും സമയം, ഇവയൊക്കെ വന്നാൽ ഇതൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ടൈം വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവയിൽ എന്തെങ്കിലും കണ്ടാൽ ആ സെൻറ്റൻസ് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പറയാം. വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ്. ഇപ്പോൾ ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല, കണക്ട് ചെയ്തൊന്നും നമുക്ക് പഠിക്കാനില്ല. അതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ ഞാനിന്ന് പറഞ്ഞുതരാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ടെൻസ് ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു 30 ടെൻസിൻ്റെ 30 ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതിനകത്ത് 90% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ
ഒരു 30 ക്വസ്റ്റിനകത്തൂടെ ടെൻസ് എന്ന ടോപ്പിക്കിൻ്റെ എല്ലാ മേഖലകളും ടച്ച് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ടൈം വേർഡുകളും മറ്റ് കണ്ടീഷനുകളും എല്ലാം അതിനകത്ത് നല്ല ഓരോ ക്വസ്റ്റിനുകൾ അല്ലെ ഒന്നിലധികം ക്വസ്റ്റിനുകളൊക്കെ തന്ന് ഞാൻ ആ ടോപ്പിക്ക് ഫുള്ള് കിട്ടിയൊരു എഫക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി എക്സാം എന്നാണ് ഞാൻ ഹെഡ് കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി എക്സാം മാത്രമല്ല, ഏത് ഇംഗ്ലീഷ് ഗ്രാമറുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ക്ലാസ്സാണിത്. ടെൻസ് എന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതേപോലുള്ള ഓരോരോ ടോപ്പിക്കിൻ്റെ വർക്കൗട്ടുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ടോപ്പിക് വൈസ് വർക്കൗട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അനുസരിച്ച് നമുക്ക് ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ തരാം കേട്ടോ. അപ്പം ക്ലാസ് ഫുൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.